ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് പോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനകത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപിൻ്റെ പ്രീ ലാസ്റ്റിലത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്ന ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ പുട്ടിനും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതേ ഇല്ല, ഇത് ഞങ്ങൾക്കൊരു വറിയിങ് ഫാക്ടർ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല എന്നുള്ളത് പുള്ളിക്കാരനും പറഞ്ഞിരുന്നു. പിന്നെ അലാസ്കയൊക്കെ കുറിച്ചിട്ട് സംസാരം വന്നിരുന്നു. അത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്തായാലും ഗ്രീൻലാൻഡിലേക്ക് ഒരു സൈനിക അറ്റാക്ക് എന്തായാലും ചെയ്യുന്നില്ല. നയതന്ത്രപരമായിട്ട് വീണ്ടും പുള്ളിക്കാരൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴൊക്കെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഒരു സംഭവം അവിടെ ട്രിഗർ ചെയ്ത് വരുന്നുണ്ടോ, അപ്പോഴൊക്കെ പുള്ളിക്കാരൻ ഗ്രീൻലാൻഡോ ഇറാൻ്റെയോ എന്തെങ്കിലും ഇഷ്യൂസ് എടുത്തിട്ട് ഇതൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ഇനി 4 വർഷം ഭരിക്കാനുള്ളതാണ്. സോ പുള്ളിക്കാരൻ മാക്സിമം അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ ആൾക്കാർ ഷെയർ ചെയ്തിരുന്നു. 19 വയസ്സുള്ള പുള്ളിക്കാരൻ്റെ മകൻ്റെ ആസ്തി എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 25,000 ക്രോറോ 19,000 ക്രോറോ അങ്ങനെ എന്തോ ആണ് എന്നുള്ളത്. സോ അതിൽ നിന്ന് മനസ്സിലാവാം പുള്ളിക്കാരൻ എന്തോരം നല്ലൊരു ബിസിനസ് മാനാണ് എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്, അതാണ് സംഭവം. ഇതിനിടയിൽ നമ്മളെപ്പോലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്ടർ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. നല്ല കുറച്ച് ബാങ്ക്സ് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ സ്റ്റീൽ സെക്ടേഴ്സ്, FMCG സെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ബഡ്ജറ്റ് വരുന്നത് കാരണം റെയിൽവേ, ഡിഫൻസ് സെക്ടേഴ്സ് ഒബ്വിയസ്ലി വരാറുണ്ട്, എന്നിട്ട് തിരിച്ച് വീണ്ടും അത് ഫെയ്ഡ് ഔട്ട് ആയി പോകാറുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. മാർക്കറ്റ് അത്ര നല്ലൊരു പരിപാടിയിലല്ല നിൽക്കുന്നത്. പല ബഡ്ജറ്റ് ഡേയ്സിലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് മനുഷ്യർ മാർക്കറ്റിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ വെച്ചിട്ട് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ബഡ്ജറ്റ് നടക്കുമ്പോൾ ലിറ്ററലി മാർക്കറ്റ് അനങ്ങാതെ പ്രീമിയം എല്ലാം 30%, 40% താഴോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. സോ മാർക്കറ്റ് കയറും എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കാറുള്ളത്. കയറാതെ ഇരുന്ന 2 വർഷം ഉണ്ട്. സോ ഞാനും അതേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത്രയും താഴെ നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഒരു മുന്നേറ്റം വന്നേക്കാം. അത് സ്റ്റോക്സിൽ പിടിക്കാം എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുക. ഓക്കെ, ഞായറാഴ്ച ട്രേഡിംഗ് ഉണ്ട്. ഞായറാഴ്ച അടുത്ത വീക്കിലാണ്. നമുക്കപ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റിനെ പ്രതീക്ഷിച്ചിട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് മേടിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിൽ, മീഡിയം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റോക്സ് നന്നായിട്ട് മേടിച്ച് വെച്ചിരുന്നു. BEL പോലുള്ള സ്റ്റോക്സ് നമുക്ക് നല്ല റിട്ടേൺ തന്നു. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളൊരു പിടിയില്ല. ട്രംപ് അതിനു മുന്നേ എങ്ങാനും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ്. സോ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് മീഡിയം ആയിട്ടുള്ളൊരു ഒപ്റ്റിമിസ്റ്റിക് ബിഹേവിയറേ ഉള്ളൂ. അതും ഓക്കെ, വരുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു സിറ്റുവേഷൻ. കാരണം ഈ ഒരൊറ്റ ദിവസം മാത്രമല്ല മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ബാക്കി 300 ദിവസം അവിടെ 364 ദിവസം ഉണ്ട്. സോ അതിൻ്റെ സിറ്റുവേഷൻസ് വെച്ചും നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒറ്റ ദിവസത്തിലെ ഫോമോ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തില്ലെങ്കിൽ തകർന്നു പോകും എന്നുള്ളൊരു പരിപാടിയില്ല. മാർക്കറ്റ് അത് അതിൻ്റെ പാട്ടിന് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാർക്കറ്റിൽ ആ ഒരു ഗ്രീൻലാൻഡിൻ്റെ അരക്ഷിതാവസ്ഥ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഇനി എന്താ നമ്മുടെ മാർക്കറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ്ലി ഞാൻ നോക്കിയില്ല മാർക്കറ്റിൽ എക്സ്പയറി ഡേ ട്രേഡ് ചെയ്യേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയി. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ മാർക്കറ്റ് ഒറ്റ കയറ്റം കയറി താഴെ വീഴുന്നു, വീണ്ടും തിരിച്ച് കയറി. അതേ തന്നെയാണ് ഇന്നലെയും, അത് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് കയറി ഒരൊറ്റ വീഴ്ച വീഴുന്നു, എന്നിട്ട് അതുപോലെ ഡബിൾ സ്പീഡിൽ കയറി തിരിച്ച്. ഇന്നലെ അങ്ങനെയല്ല, വളരെ സ്ലോലി വന്ന് തിരിച്ച് റിക്കവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇന്നലെ ഷാർപ്പ് റിക്കവറി ഇല്ല, മെനഞ്ഞാണ് ഷാർപ്പ് റിക്കവറി ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? 25,000 നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്തിരുന്നു. 444
37 വരെ പോയിട്ടുണ്ട്. 25,400 ടു 440 ആയിരുന്നു നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ കൊടുത്തിരുന്ന ലെവൽസ് അല്ലേ. 500 പോലും ഞാൻ കൊടുത്തില്ല, കാരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ല അതിന് മേളിൽ പോകും എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് കളക്റ്റീവായിട്ട് താഴേക്ക് പോയി. സോ ഇന്ന് തിരിച്ച് വീണ്ടും ഇനിയിപ്പോൾ ഇന്നത്തെ റെസിസ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ 400 440 തന്നെയാണ് അവിടുത്തെ റെസിസ്റ്റൻസ്. സോ മേളിലോട്ടുള്ള ആദ്യത്തെ റെസിസ്റ്റൻസ് 400 440, അടുത്തത് 500 520 റേഞ്ചാണ് അടുത്ത റെസിസ്റ്റൻസ്. പിന്നീട് 600 ആണ് അതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ 3 റെസിസ്റ്റൻസ് ഇന്നത്തെ ലെവലിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്കാണെങ്കിലോ 25 240 താഴെയാണ് യഥാർത്ഥത്തിൽ ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 240 180 റേഞ്ച് ഉണ്ട്, എന്നാലും അത് അത്ര പെർഫെക്റ്റ് അല്ല. ഈ ഒരു സപ്പോർട്ട് എടുത്തത് കാരണം 180 തൽക്കാലം എടുത്തു വെക്കാം. 240 180 100 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 25,000 എന്നിങ്ങനെയുള്ള ലെവൽസ് ഉണ്ട്. അപ്പോൾ സാധാരണ പറയുമ്പോൾ 240 100 25,000 എന്ന് പറയുമെങ്കിലും ഇവിടെ ഒരു 180 കിടപ്പുണ്ട്. അതിനെ കൂടെ നിങ്ങൾ ചിന്തിക്കുക. സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. സെൻസെക്സ് ഇത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ സ്വാഭാവികമായും പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു. എന്തുകൊണ്ടാണ്? ഗ്രീൻലാൻഡ് ഇഷ്യൂ കാരണമാണ് അവിടെ പ്രൈസ് കയറിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ടതാണ്. എത്രയോ കാലമായിട്ട് മാർക്കറ്റ് കയറി പോകുന്നു അല്ലേ. ആ ഒരു ട്രെൻഡ് ഒന്ന് കയറിപ്പോയത് ഒന്ന് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് പോയി. സന്തോഷം. അത് എപ്പോഴും മാർക്കറ്റ് മേളിലോട്ട് മാത്രം പോയാലും അത്ര നല്ലൊരു പരിപാടിയല്ല. സോ അത് തിരിച്ച് താഴേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നോക്കിയാൽ ക്രൂഡ് ഓയിൽ ഒരുപാട് താഴ്ന്നു വന്നാണ്. ഇതൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ സൈഡ് വൈസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്പേഴ്സ് ഓൾറെഡി ഉണ്ട്. 5,400 സപ്പോർട്ടാണ്. അടുത്ത് 5,340 രൂപയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കൂട്ടിയിരുന്നാൽ മതി. മേളിലേക്ക് 5,440 നിന്ന് ഇനി മേളിലേക്കുള്ള ലെവൽസ് 5,464 ഉണ്ട്, 84 ഉണ്ട്. ഓക്കെ, 64 84 മേളിലോട്ടുള്ള ലെവൽ, താഴേക്ക് 440 താഴെ പോയി കഴിഞ്ഞാൽ 424 400 എന്നിങ്ങനെയുള്ള ലെവൽസ് ഉണ്ട്. അതിന് താഴേക്ക് പോയാൽ 84 5,384 64 ആണ് അടുത്ത ടാർഗറ്റ് ലെവൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ലെവൽസ് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ്. മാർക്കറ്റിൽ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഓൾമോസ്റ്റ് 90% മേളിലാണ് റിട്ടേൺ ഒരാഴ്ച കൊണ്ട് നാച്ചുറൽ ഗ്യാസ് കയറിയത് 90%. അപ്പോൾ 90% കയറുമ്പോൾ ഒരു 10-15% തിരിച്ചിറങ്ങുക എന്നുള്ളത് റീട്രേസ്മെന്റ് എന്ന് പറയും. ഇല്ലെങ്കിൽ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ഒന്ന് താഴോട്ട് വരുന്നതാണ്. സോ ആ പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു. ഇവിടെ ആയിരുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ 444. ഞാൻ മുന്നേ നമ്മുടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞത് 444. 444 നിന്ന് വീണ്ടും കയറിപ്പോയി 520 വരെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ഇനി അടുത്ത് വീണ്ടും 444. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് നോക്കുക എന്നുള്ളത് 464 അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 472 നേരത്തെ പറഞ്ഞ തന്നെയാണ്. 484 ഒക്കെയാണ് ഈ മേളിലോട്ടുള്ള ലെവൽസ്. അപ്പോൾ 64 72 84 എന്നിങ്ങനെ 3 ലെവൽസ് അവിടെ കിടപ്പുണ്ട് മേളിലേക്കുള്ള ടാർഗറ്റ് ലെവൽ. താഴേക്കാണെങ്കിലോ 444 420 432 റേഞ്ചിലൊരു സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 424 ഇല്ലെങ്കിൽ 416 ഒക്കെ നിങ്ങൾക്ക് അവിടെ 8 രൂപയുടെ മൾട്ടിപ്പിളിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ റെസിസ്റ്റൻസ് വരച്ച് വയ്ക്കുക എന്നുള്ളതാണ്. സപ്പോർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതിനനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്യാനുള്ള മോസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പോവുക. ഇൻഫോസിസ് നല്ലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയൊരു ഗ്യാപ്പിൽ ആണ് ഓപ്പൺ ചെയ്ത് അവിടെയാണ് ട്രേഡ് ചെയ്തത്. സോ ഇൻഫോസിസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ്. സോ ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്ന ഒരു വ്യക്തി ഇൻഫോസിസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. SBI എൻ്റെ കയ്യിൽ മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും തകർന്നു വീഴുന്നപ്പോഴും എൻ്റെ പോർട്ട്ഫോളിയോ വീഴാതിരുന്നതിൻ്റെ ഏറ്റവും വലിയ റീസണിൽ ഒരാൾ SBI എന്ന സ്റ്റോക്കായിരുന്നു. SBI, ഹിൻഡാൽകോ, സെയില്, പ്രീമിയർ എനർജീസ് എന്നിങ്ങനെ സ്റ്റോക്ക് കയ്യിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം കയറിയതിൽ ദേവയാനി മാത്രമാണ് ചെറിയൊരു ലോസ് ബുക്ക് ചെയ്യേണ്ടത്. TCS ബൈയിങ് പ്രൈസിൽ ഒഴിവാക്കേണ്ടി വന്നു. ബാക്കിയുള്ള സ്റ്റോക്സ് ഒക്കെ കയറി വരികയും ചെയ്തു. ഇനി മാർക്കറ്റ് കയറി വരുവാണെങ്കിൽ 25,400 മേളിൽ പുതിയ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും ചെറിയ SL ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ നമ്മുടെ അനാലിസിസ് നല്ലത് തന്നെയാണ്. പക്ഷെ ഡ്രബ് കാണിക്കുന്ന ഓരോ ഇഷ്യൂസ് നമുക്കതങ്ങനെ ചെയ്യാനുള്ളൂ. സോ ഗോ വിത്ത് ദ ഫ്ലോ. SL വരുമ്പോൾ SL എടുക്കുക, അല്ലാതെ കയറി പോകുമ്പോൾ ഈ വീഴ്ചയിലും വീഴാതിരുന്ന 3-4 സ്റ്റോക്സ് ഉണ്ട്. അത് പോർട്ട്ഫോളിയോയിൽ കിടക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം മാർക്കറ്റ് താഴെ വരുമ്പോഴും അത് സ്റ്റേബിൾ ആവുന്നു, തിരിച്ച് കയറി പോകുമ്പോൾ ഒരു 3% വെച്ച് കയറുന്നു എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.